ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്രേസി വെജ്. ഇന്ന് നമുക്ക് വാഴക്കൂമ്പ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു തോരൻ എങ്ങനെ തയ്യാറാക്കും എന്ന് നോക്കാം. അപ്പോൾ ഞാൻ വാഴക്കൂമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പം തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഴക്കൂമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പുറത്തുനിന്നുള്ള തോട് മാറ്റണം. ഒരു 4-5 തോടൊക്കെ മാറ്റുമ്പം തന്നെ ഉള്ളിലോട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു കൂമ്പ് നമുക്ക് കിട്ടുന്നത് വരെ ഒരു 4-5 എണ്ണമൊക്കെ മാറ്റുമ്പോൾ തന്നെ നല്ല ഫ്രഷായിട്ട് ഉള്ള കൂമ്പ് നമുക്ക് കിട്ടും. ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തിട്ട് അതിൻ്റെ ചുണ്ടിൻ്റെ ഭാഗം ഒന്ന് മുറിച്ച് മാറ്റണം. ഒരുപാട് ഉള്ളിലേക്ക് കയറ്റി മുറിക്കേണ്ട, ചെറുതായിട്ടൊന്ന് മുറിച്ച് മാറ്റാം. എന്നിട്ട് അത് കൊത്തി വളരെ ചെറുതായിട്ട് ഫൈനായിട്ട് അരിഞ്ഞെടുക്കണം. ഇങ്ങനെ വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചോപ്പർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. അപ്പം കയ്യിൽ നന്നായിട്ട് അതിൻ്റെ ഒരു കറ വരും. അത് എണ്ണ തേച്ചിട്ട് ടിഷ്യൂവോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് തുടച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും. അത് കഴിഞ്ഞിട്ട് സോപ്പിട്ട് കഴുകിയാൽ മതി. പിന്നെ ആ കറ അധികം നിൽക്കില്ല. ഇനി ഈ അരിഞ്ഞു വെച്ചതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി ഒരു 10 മിനിറ്റ് വെക്കുക. അതിൻ്റെ കറയുടെ ടേസ്റ്റൊക്കെ മാറിയിട്ട് അതിൻ്റെ സ്വാദ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് വെറുതെ വെക്കുകയാണെങ്കിൽ കറുത്തു പോവും. അപ്പോൾ അതിൻ്റെ സ്വാദ് കൂടാൻ വേണ്ടിയിട്ടും ആ കറയുടെ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടും നമ്മളിങ്ങനെ തിരുമ്മി ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടാകുമ്പം 2 ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പിട്ട് കൊടുക്കാം. അതിലേക്കൊരു 4 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തതും 2 വറ്റൽമുളക് മുറിച്ചതും കൂടെ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കുക. എന്നിട്ട് ഉഴുന്നൊരു ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് ഈ ഒരു രീതിയിലാകുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പിലയുടെ മണം വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് അതിലേക്ക് ചേർത്തിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഏറ്റവും ചെറിയ തീയിലേക്ക് മാറ്റുക. ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് അടച്ച് ഒരു 12 മിനിറ്റ് ഇത് വേവിക്കാനായിട്ട് വെക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. 12 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് ചേർക്കാനായിട്ടുള്ള ഒരു 1/2 കപ്പ് തേങ്ങ, 4 വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അരച്ചെടുക്കണ്ട, ഈ രീതിയിലൊന്ന് ചതച്ചെടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വാഴക്കൂമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ കൂട്ടിട്ടിട്ട് വീണ്ടും ഒന്ന് ചേർത്ത് പൊത്തി വയ്ക്കാം. തേങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് അടച്ചിട്ട് ഇത് വീണ്ടും ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 5 മിനിറ്റ് വയ്ക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ തേങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.